ആരാ മനസ്സിലായില്ല? ദേവിക. എന്തൊക്കെ പാന്റ് ഇല്ലേ മിയ? പങ്കായടുത്താണോ പുള്ളി പായസം വളക്കുന്നത്? അടിച്ചിട്ട് നിന്നാണോ? അയ്യോ ഈശ്വരാ രക്ഷിക്കൽ സ്വാമി, എന്നെയും പിള്ളേരെ രക്ഷിക്കൽ. ഇത് മതി, ഇത് മതി, ഇത് മതി. സച്ചൻ മുറുക്കി തുപ്പിയ വക 50,500. ബാഹുബലിയുടെ സെറ്റിൽ ചായ കൊടുത്തു 25,000 രൂപ ആയിട്ടുള്ളൂ. സെൽഫി. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ. ആഹാ, ഊഞ്ഞാലൊക്കെ. അത് ശരി, ഫ്ലവേഴ്സ് ചാനലിൽ ഓണം അടിച്ചു പൊളിക്കാണ്. എല്ലാരും നമുക്ക് ഓണം അടിച്ചു പൊളിക്കാം. ആരൊക്കെ വന്നിരിക്കുന്നത്? എല്ലാരും സെറ്റ് സാരിയൊക്കെ എടുത്ത് കേരള തനിമയെ വന്നിരിക്കുക. ചിരിക്കാൻ പറ്റി, ചിരിക്കുക. ഇതുപോലെ നല്ലപോലെ ചിരിച്ചാൽ ഒരു 10-60 ഓണം കൂടെ കൂടുതലുള്ള ചിരി ആരോഗ്യത്തിന് നല്ലതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും കരഞ്ഞിരിക്കരുത്, ചിരിക്കണം. ഓക്കെ, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഓണം എപ്പിസോഡിലേക്കാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതുപോലെ തന്നെ കോമഡി സൂപ്പർ നൈറ്റിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതിനാണ് ഇവിടെ ഒന്ന് പറയുന്നത്. ഇതിനേക്കാളും നല്ലപോലെ നമ്മുടെ അശ്വതി വന്ന് പറയും. പക്ഷേ അശ്വതി ദുബായിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഒന്ന് റെഡി ആകുന്നത് ഇപ്പം ഇനി എത്തും കേട്ടോ. അപ്പോൾ അശ്വതി എന്നെക്കാളും വൃത്തിയായിട്ട് പറയും. അതുകൊണ്ട് പേടിക്കണ്ട, എല്ലാവരും നന്നായിട്ട്. ഹലോ, ഓണമെന്ന് മനസ്സിലായ, പക്ഷെ ഇങ്ങനെ നടക്കരുത്. ഇത് ഒരു പരിശുദ്ധമായ ഫ്ലോറാണ്. ഇവിടെ ഒരുപാട് ഗസ്റ്റുകൾ വരാം. ഒന്നും കൊണ്ട് മാറിക്കും. അതെ, അവിടെയാണ് ക്യാമറ കേട്ടോ. റെഡ് ലൈറ്റ് അല്ലേ? കേട്ടോ, റെഡ് ലൈറ്റ്. റെഡി അനൂപ്? ഒന്ന് നിർത്തണം. ആരാ മനസ്സിലായില്ല? ഇതാ ദേവിക. എന്തൊക്കെ? ദേവിക. ദേവിക. അതാ എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ദേവിക എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അയ്യോ, അത് ഇനിയിപ്പോ തന്നെ മനസ്സിലാക്കി തരണോ? നിർബന്ധമാണെങ്കിൽ ചെയ്യാം. നിർബന്ധമുണ്ട്, ആവശ്യം എനിക്കില്ല. എന്താ കാര്യം? പ്രേക്ഷകരെ അറിയിച്ചാൽ മതി. അതായത് ഇന്ന് തൊട്ട് ഇനി കുറെ എപ്പിസോഡുകൾ ദേവികയാണ് ആങ്കർ ചെയ്യുന്നത്. എന്തിനാണ് ദേവിക ഇവിടെ ആങ്കർ ചെയ്യേണ്ട കാര്യം? എന്തുവാ? ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ. ആരാ? ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ. അവളെ ആങ്കർ ചെയ്താൽ മതി. അല്ല, നിങ്ങൾക്ക് എന്തോ ഇത്ര നിർബന്ധം? ദേവിക ആങ്കർ ചെയ്യണോ? നിങ്ങൾക്ക് എന്തോ എത്ര നിർബന്ധം? അല്ല, അശ്വതി വന്നിട്ടില്ല. അശ്വതി ദുബായിലല്ലേ? ആര് പറഞ്ഞു അശ്വതി വന്നിട്ടില്ല? അശ്വതി വന്നിട്ടില്ല. അശ്വതി ദുബായിലാണ്. അശ്വതി ദുബായിൽ നിന്ന് വരും. അല്ല, വീട്ടില് എന്തോ ഒരു അത്യാവശ്യ കാര്യം. അശ്വതി ദുബായിൽ നിന്ന് വന്നിട്ടായി ശരിക്കുള്ള ഓണാഘോഷ പരിപാടി. അറിയോ? അശ്വതി ഇല്ല, പകരം പിന്നെ ദേവികയാണ്. ദേവിക കണ്ടോ? അശ്വതി ഇല്ലെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുവാ. എന്താ കാര്യം എന്നറിയോ? അശ്വതിയെ കട്ട് ചെയ്തു ഇയാൾ, ഈ മനുഷ്യൻ. എന്തിനാ കട്ട് ചെയ്തു? ഞാൻ എന്തിനാ കട്ട് ചെയ്തു? എന്തിനു കട്ട് ചെയ്തെന്നറിയോ? എന്തിനാണോ? അശ്വതി ഇവിടെ വന്ന് പരിപാടിയൊക്കെ ചെയ്തു, ഒരുവിധം പച്ച പിടിച്ച് ഇയാളുടെ മേളിൽ കൗണ്ടർ അടിച്ചു. മേളിൽ പോയി. അതാ കാര്യം. അസൂയ മനുഷ്യൻ ഇങ്ങനെയും പാടുണ്ടോ? മനുഷ്യന്? അതുകൊണ്ടൊന്നും അല്ല, താനൊന്നും മനസ്സിലാക്ക്. എന്തോ ആളില്ലാത്തത് കൊണ്ടാണ്. ഇനി ഇയാൾ ചെയ്ത എന്തോ കുഴപ്പം ഇതറിയോ? സിനിമ ആക്ട്രസ് ആണ്. ആ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല പിന്നെ അസലായിട്ട് ആങ്കർ ചെയ്യാനും അറിയാം. അസലായിട്ട് ആങ്കർ ചെയ്യും. പക്ഷെ അശ്വതി ചെയ്താൽ മതി. സുരേൻ അറിയോ? മുന്തിരി കള്ളിനോടും വരുവോ? അത് മാത്രമല്ല, ഫ്ലൈറ്റിനോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തെന്ന് കരുതി ആരെങ്കിലും പൈലറ്റ് ആവുമോ? അല്ലെ, വലിയ ആങ്കറാന്ന് പറഞ്ഞല്ലോ. ഒന്ന് കേൾപ്പിച്ചാണ് അസലായിട്ട് പറഞ്ഞു കൊടുക്കണം. റെഡി? ധൈര്യമായിട്ട് അത് കളയുന്ന ഇത് ഏത് എന്താണ് ഇതെന്താ അസലായിട്ടല്ലേ ചെയ്യുന്നത്? കിണുങ്ങ സൗണ്ട് ഇങ്ങനല്ല അശ്വതി ചെയ്യുന്നത്. ഇങ്ങനല്ല. അതുകൊണ്ട് അശ്വതി മാത്രം ഇവിടെ ചെയ്താൽ മതി. അശ്വതി ധൈര്യമായിട്ടൊന്ന് പറഞ്ഞു. അശ്വതി ഇവളെ ചെയ്യുന്നുള്ള, അശ്വതിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. ഇവിടെ ചെയ്യുന്നുള്ളൂ. കാണുമല്ലോ. എന്റെ ശവത്തെ ചവിട്ടിട്ട് ഇവിടെ നീയൊക്കെ ആങ്കർ ചെയ്യുന്നു. അതൊന്ന് കാണുന്നല്ലോ. എന്റെ ശവത്തെ ചവിട്ടിട്ട് കേട്ടോ. സൗത്തേലായാലും നോർത്തേലായാലും ഇയാളൊന്ന് ചവിട്ടി നോക്കണം. ആരെ കാണാം? പെട്ടുപോയി. അതൊന്ന് കാണണം. ഇതെന്തോടാ വെള്ളരിക്കപ്പെട്ടോ? നമുക്കൊന്ന് കാണണമല്ലോ. അത് ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യും ദേവിക, കുറച്ച് സമയം മാറിയേക്കാം. നമുക്ക് നാളെ മുതൽ എപ്പിസോഡ് ചവിട്ടി കൊല്ലണം അവനൊക്കെ. അശ്വതി വരട്ടെ. അശ്വതി വന്നു കഴിഞ്ഞാൽ ശരിക്കുള്ള ഓണാഘോഷം. ചേട്ടാ എന്താ വേട്ട? എന്താ വേട്ട? ഓ, അശ്വതി വന്നിട്ട് ചെയ്താ മതി. തൊടല്ലേ ചേട്ടാ? എന്താ പ്രശ്നം? ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല.
എന്നിട്ട് എന്താ ചേട്ടൻ എന്നെ ആങ്കർ ചെയ്യാൻ സമ്മതിക്കാത്ത? അശ്വതി ചെയ്താൽ മതി, ഇവിടെ അശ്വതി ചെയ്താൽ മതി ആങ്കറിങ്. എന്താ അശ്വതി ചെയ്താൽ മാത്രമേ നന്നാവുള്ളൂ? ഞാൻ ചെയ്താലും അല്ല, എന്താ? കൈവശം കൊടുത്തായിരിക്കും ഒന്ന് കളയുന്നത്. ചേട്ടാ ചേട്ടാ അശ്വതി നിർബന്ധം എന്തോന്നു? അശ്വതി എന്താ? അശ്വതി ദുബായിൽ നിന്ന് ഇവിടെ വരുമ്പോഴേ ആ. എനിക്കൊരു കോച്ച് കൊണ്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. കോച്ചല്ല, കോച്ച്, ആ. സ്കോച്ചാണോ? ഇത് സ്കോച്ചാണോ? എന്തുമായാലും അത് കൊണ്ടുതരാന്ന് പറഞ്ഞായിരുന്നു. അതാണോ കാര്യം? പിന്നല്ലാതെ ചേട്ടാ ആ സ്കോച്ചിനുള്ള പൈസ ഞാൻ തന്നാ പോരെ? എഴുതിയത് മാറ്റുകളാ, എഴുതിയത് മാറ്റുകളാ, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നാ പോരെ ചേട്ടാ? കോച്ചിനുള്ള പൈസ ഞാൻ തന്നാ പോരെ? കോച്ച് മേടിക്കാൻ പൈസ തരൂ. പിന്നല്ലാണ്ട്. സത്യം. സത്യം ചേട്ടനാണ് സത്യം. എന്നാ മോളി ചെയ്താ മതി. ഉറപ്പാണോ? മോളി ചെയ്താ മതി. ഇല്ല, ചെയ്യണ്ട, ദേവിക ചെയ്യണ്ട. അല്ല, അയ്യ, അയാള് ആര് പറഞ്ഞു കുട്ടി ചെയ്താ മതി? ഇല്ല, ചെയ്യണ്ട. ദേവിക ചെയ്താ മതി. നിങ്ങളല്ലേ പറഞ്ഞ അശ്വതി ചെയ്താൽ മതി എന്ന്? ആരാ പറഞ്ഞു ഇവിടെ അശ്വതി ചെയ്താ മതി? ആരാ പറഞ്ഞ? ഹലോ, ആരാ പറഞ്ഞ അശ്വതി ചെയ്താ മതി? ഏതാ ഈ അശ്വതി? ഏതാ ഈ അശ്വതി? ഏതാ ഈ അശ്വതി? ആരാ? എനിക്കറിയത്തില്ല. എന്താ ഏതാ അശ്വതി എന്നോ? ഇയാളല്ലേ ഇത്രയും നേരം അശ്വതിയെ കുറിച്ച് പറഞ്ഞേ? പറഞ്ഞ വാക്ക് പാലിക്കാത്തവരൊക്കെയാണ് അശ്വതി. എങ്ങാണ്ട് പോയി കിടക്കുക. ഏതാ അശ്വതി? മോളെന്ന് പറഞ്ഞു, മോളെന്ന് പറഞ്ഞു. പറഞ്ഞു ദേവിക പറയൂ. എന്ന് പറഞ്ഞു നോക്കെ. Ready? മറ്റേത് മറക്കലില്ല. അതാ മോള് പറഞ്ഞു, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജി മാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. മതി, മതി, ഇത് മതി, ഇത് മതി, ഇത് മതി, ഇത് മതി, ഇത് മതി, ഇത് മതി. ഞാൻ പറയുന്നത് ദേവിക ചെയ്യണ്ട. ദേവിക ചെയ്തോട്ടെ, ദേവി ചെയ്തോട്ടെ. പിന്നെ പോണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ സുരാജ് പോയിക്കോളൂ, ഞങ്ങൾ ചെയ്തോളാം. സുരാജ് പോയിക്കോളൂ. അതല്ല, ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, കുട്ടി ചെയ്തോളൂ. ഓക്കെ, ഓക്കെ. കോച്ചിന്റെ കാര്യം ഞാൻ വിളി കാണും. അടിച്ചു വിളിച്ചു ഓക്കേ ബൈ അടിച്ചു വിളിയാ ബൈ ബൈ. നല്ലൊരു ക്ലാബ്. ഓക്കെ, സൂക്ഷിക്കണേ. ഞാൻ നോക്കിക്കോളാം. എന്റെ ദൈവമേ, ഓണം ആയതുകൊണ്ടാണ് ഈ സാധനത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് ഇതുപോലുള്ള ചില ടീമുകൾ. ഇനിയിപ്പോ എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആരാണ് ഇന്നത്തെ അതിഥി? നമുക്ക് ഈ അതിഥിയെ കുറിച്ച്, അതിഥിയുടെ പേര് കേൾക്കുമ്പോ തന്നെ ഓർമ്മ വരുന്ന ഒരു പാട്ടുണ്ട്, പൂച്ചേനെയാണ്. മിക്കവാറും ഒരു പാട്ടിലൂടെ നമുക്ക് വിളിക്കാം അല്ലേ? ആളെ പേര് എങ്ങനെയാ വെച്ചാല് മിയ മിയ പൂന. അപ്പൊ ആരാ? അട മീസയില്ല പൂന. മീശയില്ലാത്ത പൂന ആരാ? 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 മിയ. യെസ്. ഹായ്, നമസ്കാരം. നമസ്തേ, നമസ്തേ. മിയ അടിപൊളി. പാന്റ് ഇല്ലേ മിയ? ഓക്കെ, അല്ല പെട്ടെന്ന് ഞാൻ കണ്ടപ്പോഴേ കറക്റ്റ് കേട്ടോ. തുടക്കം തന്നെ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യം, ഞാനും ഫസ്റ്റ് അയ്യോ ഇതെന്താ സംഭവിച്ചത്, കുട്ടി എന്താ ഇട്ടിരിക്കുന്നത്? ഈ കുട്ടി എന്താ ഇട്ടിരിക്കുന്നത്? ഞാൻ
ഇതിലിത്തിരി കട്ടിയോട്ട് ഇത് ശരിക്കും കേട്ടോ, ഇതും ദൂരെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആണോ? ഞാനൊന്നും പറഞ്ഞില്ല, ഒക്കെ മായ്ച്ചു കളഞ്ഞേ കിട്ടോ, നീ ഒക്കെ മായ്ച്ചു കളഞ്ഞു. അപ്പൊ എന്തായാലും മിയ, ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ എത്തിയതിൽ. ഞാൻ ഇതിന്റെ കുറെ എപ്പിസോഡ്സ് ടിവിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചില്ല അടുത്തിടെ ഇങ്ങനെ വരാൻ പറ്റുമോ, അങ്ങനെയൊന്നും തീരെ വിചാരിച്ചില്ല. അപ്പം സഡൻ ആയിട്ടൊരു കോള് വന്നു, നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് ഒരു ക്ഷണം വന്നു. എന്തായാലും സന്തോഷം, താങ്ക് യു. ഈ ഓണനാളിൽ തന്നെ മിയെ വിളിക്കണമെന്ന് നമുക്ക് നിർബന്ധമായിരുന്നു. അതെ, ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ സെറ്റ് ഒരു ഭയങ്കര കളർഫുൾ ഒരു സംഭവമാണ്. ഇന്ന് ഭയങ്കര ഊഞ്ഞാലൊക്കെ കെട്ടി പൂവൊക്കെ വെച്ച് അത്തപ്പൂവൊക്കെ ഇട്ട്. താങ്ക് യു. അല്ല, അത് മാത്രം പോരാ, ഇതിന്റെ അവതാരകനെ കുറിച്ചും അവതാരിയെ കുറിച്ചും ഒക്കെ പറയാം. അല്ല, ഞാൻ അതൊക്കെ എന്നെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമാണ്. സുരാജേട്ടൻ എപ്പോഴും സുന്ദരനാണ്, സുമുഖനാണ്. നമ്മള് മിയ പറയട്ടെ. പറയൂ മിയ. സുന്ദരനാണ്, സുമുഖനാണ്. പിന്നെ സൂ വെച്ചിട്ട് എന്താ ഉള്ളത്? സുശീലൻ. ഇനി ഞാൻ ശരിക്കും പറയട്ടെ, നമ്മൾ ഒരുപാട് സന്തോഷിച്ചു. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ഇതുവരെ പിന്നെ വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഒരുപാട് നായികമാർ വരുന്നുണ്ട്, ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട്. അവരൊക്കെ റിഹേഴ്സൽ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ ഞാൻ കാണുന്നുണ്ട്. ആദ്യം വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ഇത്ര ഈസി ആയിട്ട് ഫസ്റ്റ് ഒന്ന് കാണിച്ചു, ഇത് നേരെ പറഞ്ഞു പടക്കനെ വന്ന് ടേക്ക് റെഡി സാർ, ഒറ്റ ടേക്കില് ഡാൻസ് ഇത്രയും. ഇതെങ്ങനെയാണ്? നേരത്തെ തന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഇത്രയും പിക്കപ്പ് വളരെ. ഇത് ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഇതെങ്ങനെ ഇത്രയും ഡാൻസ് നേരത്തെ ഡാൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നതാണ്. ക്ലാസിക്കലാണ് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ രണ്ടും മാനേജ് ചെയ്യും, ഇതുപോലെയൊക്കെ ഒപ്പിച്ച് കളിക്കും. ഇത് ഒപ്പിച്ച് കളിയോ? നമ്മൾക്കൊക്കെ ഇത് മൈക്കിൾ ജാക്സനാണ് ശരിക്കും. എനിക്ക് അങ്ങനെ ഡാൻസ് കളിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ സുരാജ് നല്ലോണം ഡാൻസ് ചെയ്യുന്നുണ്ട് ഇപ്പം, നന്നായി ചെയ്യുന്നുണ്ട്, ശരിക്കും ചെയ്യുന്നുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. താങ്ക് യു. നമുക്കിന്ന് ഓണം എപ്പിസോഡ് ആയതുകൊണ്ട് കുറച്ച് ലാവിഷായിട്ട് കളിക്കാം. ഓക്കെ, പറയൂ, ഓണ വിശേഷങ്ങളെ കുറിച്ച് പറയും. വീട്ടിലെ എല്ലാ സെലിബ്രേഷൻസും നല്ലോണം തന്നെ എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പം ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഞങ്ങൾ ഓണവും വിഷുവും എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഓണം വന്നു കഴിഞ്ഞാൽ എനിക്ക് സദ്യ ഉണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ്. സദ്യ എന്റെ മെയിൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഓണം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഉറപ്പായിട്ട് ഞാൻ പറയും ഓണസദ്യ വേണം. അത് വാഴയില നിലത്തിട്ട് ചോറൊക്കെ പഴയ സമ്പ്രദായം, അതുപോലെ തന്നെ നിലത്ത് ചമ്രം പഠിക്കുന്നത് തന്നെയാണ്. അടിയാൻ ഇവിടെ ഇരുന്നുണ്ടോളാം, അങ്ങനെയാണോ? തമ്പ്രാന്റെ സ്റ്റൈലിൽ തന്നെയാണ്. സ്റ്റൈല് തന്നെയാണ്. ഞാൻ വീട്ടിൽ 2 മക്കളാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇളയ സന്താനവും കൂടെ ആയതുകൊണ്ട് എനിക്ക് സ്റ്റൈല് കുറച്ച് കൂടുതലായിരുന്നു. മൂത്ത ആള് എനിക്കൊരു ചേച്ചി ഉള്ളത്, ജിനി എന്നാണ് പേര്. എന്ത് ചെയ്യുന്നു? ചേച്ചി മാരീഡ് ആണ്, സൗദിയിലാണ്. ഇപ്പോഴും അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ? ഈ കഴിഞ്ഞ 2 വർഷം ഇട്ടില്ല, കാരണം 2 വർഷം സെറ്റിലായിരുന്നു ഓണം ആഘോഷിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും നല്ല ഓണം എന്ന് പറയുന്നത് വീട്ടുകാർ ഒന്നിച്ച് പിന്നെ ആഘോഷിക്കുന്നതാണോ അതോ സെറ്റില്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സെറ്റിൽ ആഘോഷിച്ചത് ഒരു വേറെ ഒരു ഓളമാണ്. എന്താന്ന് വെച്ചാൽ എന്റെ വീട്ടില് 4 പേരേ ഉള്ളൂ, പപ്പ, മമ്മി, ഞാൻ, ചേച്ചി. അപ്പൊ 4 പേരിൽ അങ്ങ് തീർന്നു പോകും. അപ്പൊ നമ്മള് ഇച്ചിരി സദ്യ ഉണ്ടു, അത്തപ്പൂ ഇട്ടു, പായസം കുടിച്ചു, പിന്നെ പരിപാടി TV കാണലൊക്കെയാണ്. അങ്ങനെ അങ്ങ് തീർന്നു പോകും. ഞങ്ങൾ 4 പേരിൽ അങ്ങ് തീർന്നു പോകുന്ന ഓണമാണ് വീട്ടിൽ ആഘോഷിക്കുമ്പോഴത്തേക്കും. പക്ഷെ സെറ്റിലാവുമ്പോഴത്തേക്കും 100-150 ആൾക്കാരുണ്ടല്ലോ. അപ്പോ ഓരോരുത്തരും ഓരോ സ്ഥലത്തു നിന്ന് വരുന്നവര് രാവിലെ തുടങ്ങും, ചേട്ടാ ഹാപ്പി ഓണം, ചേച്ചി ഹാപ്പി ഓണം, എല്ലാരോടും ഹാപ്പി ഓണം പറച്ചിലായിരിക്കും. പിന്നെ സെറ്റിൽ തന്നെ നമ്മള് അത്തപ്പൂ ഇടുന്നുണ്ടാവും, സദ്യ ഉണ്ടാവും, പായസം 3 കൂട്ടമൊക്കെ കാണും. നമ്മുടെ വീട്ടിൽ ചിലപ്പോ ഒരു പായസമൊക്കെ കാണത്തുള്ളൂ, സെറ്റിലാകുമ്പോഴത്തേക്കും 3 കൂട്ടം പായസമൊക്കെ കാണും. എനിക്ക് പായസവും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമായി. ഈ ഓണപ്പാട്ട് വല്ലതും ഓർമ്മയുണ്ടോ? ഓണപ്പാട്ട് ഒരെണ്ണം പെട്ടെന്ന് പറയാം. എനിക്ക് ഓണപ്പാട്ട് കിട്ടുന്നില്ല. ശരി, ഇപ്പൊ പെട്ടെന്ന് കിട്ടുന്ന ഏത് പാട്ടുണ്ട്? പെട്ടെന്ന് കിട്ടുന്ന ഏതെങ്കിലും സിനിമ പാട്ട് പാടാം. അപ്പോ മിയ പാടും അല്ലേ? അപ്പൊ പാട്ട് പാടിക്കോ. റെഡി, മ്യൂസിക്. ചേട്ടാ, ഞാൻ പാടി തുടങ്ങിയിട്ട് ചേട്ടൻ കൂടെ വന്നേച്ചാ മതി, അല്ലെങ്കിൽ എന്റെ പിച്ചും ഇതൊക്കെ കുറച്ച്. അതെ, ശരി, പാടി തുടങ്ങിയിട്ട് ഓർക്കസ്ട്ര ചേട്ടൻ കൂടെ പോന്നാ മതിയാന്ന്. എവിടെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്? കൂടെ കൊണ്ടുപോകാനല്ല, ഞാൻ പാട്ടിന്റെ രസത്തിന് ഓർക്കസ്ട്ര, അതായത് പുള്ളിക്കാരിയുടെ പിച്ച് നിങ്ങൾ നോക്കിയിട്ട് പിടിച്ചാ മതി കേട്ടാ. ശരി, പാടിക്കോ. പാടി തുടങ്ങിയതിന് ശേഷം കൂടെ റെഡി. तुम पास आए यूं मुस्कुराए, तुमने न जाने क्या सपने दिखाए. तुम पास आए यूं मुस्कुराए,
सपने दिखाए अब तो मेरा दिल जागे न सोता है क्या करूँ हाय कुछ कुछ होता है क्या करूँ हाय कुछ कुछ होता है तुम पास आए यूं मुस्कुराए तुमने न जाने क्या सपने दिखाए മിയ, എന്റെ ദൈവമേ, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇല്ലേ? ഇല്ല. സത്യം ഞെട്ടിപ്പോയി. ദൈവസത്യമായിട്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് 2 വരിയൊക്കെ പാടുള്ളൂ നേരത്തെ പറഞ്ഞില്ല. ഞാൻ പാട്ടുകാരിയല്ല, എനിക്ക് 2 വരി വേണം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 വരി ഗായികയാണ്. എന്റെ മമ്മി കളിയാക്കും, അവളൊരു 4 വരി ഗായിക, അവൾ എവിടെ പോയി കഴിഞ്ഞാൽ 4 വരി കൊണ്ട് തീർന്നു പോകുന്നത്. മമ്മി പാടുവോ? മമ്മി ഇച്ചിരിയൊക്കെ. ശരി, എന്നാ മമ്മി വിളിക്കേ. അതെന്താ പാവം, നമ്മളൊക്കെ ആണെങ്കിൽ അമ്മ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അമ്മയാണ് എന്റെ അച്ഛനാണ്, വരൂ ഇതെല്ലാരും ഒന്ന് കാണൂ, പാട്ട് പാടും. അമ്മ പാടാന്ന് പറഞ്ഞപ്പോ മിയ പാടണ്ടായിരുന്നു. അതല്ല, മമ്മിനെ ഞാൻ ഒരുക്കി സുന്ദരിയായിട്ട് ഞാൻ അടുത്തൊരു ഷോയ്ക്ക് കൊണ്ടുവരാം, അടുത്ത എപ്പിസോഡ് വരുമ്പോ കൊണ്ടുവരാം. അയ്യോ, ഓക്കെ, ഇത് ഓണമല്ലേ, ക്രിസ്മസിന് കൊണ്ടുവരാം. ഓ ശരി, ഓക്കെ. ഓക്കെ, ക്രിസ്മസിന് വാക്ക് പറഞ്ഞേക്കാണ് മമ്മിയെ കൊണ്ടുവന്ന് ഒരു പാട്ട് പാടിപ്പിക്കുന്നത്. സുരാജ് ചേട്ടാ, ശരിക്കും ഇപ്പൊ ഹിന്ദി സോങ് പാടി, ശരിക്കും ഹിന്ദി സിനിമയിലെ നായികനെ പോലെ തന്നെ മിയ ഓരോ ദിവസം വരുന്നവരും ഇങ്ങനെ സുന്ദരിയായിട്ട് വരികയാണ്. ശരിക്കും ഒരു നായികനെ പോലെ ആയി. എന്താന്നറിയാം, ഇപ്പൊ ഒരു ഞാനാണ് വന്ന് പറഞ്ഞാൽ ഒരു ആണ് പെണ്ണിനോടാണെങ്കിൽ എന്തായാലും തുറന്നു പറയും. പക്ഷെ ഒരു പെണ്ണ് സത്യസന്ധമായിട്ടൊരു കാര്യം ഒരു പെണ്ണിനോട് തുറന്നു പറയില്ല. പക്ഷേ നമ്മുടെ ദേവിക കണ്ടോ? നോക്കിയോ, പക്ഷേ നമ്മുടെ ദേവിക തുറന്നു പറഞ്ഞു. ആ മനസ്സിനെ ഞാൻ അംഗീകരിച്ചു. അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കുട്ടിക്ക് നല്ല മനസ്സാണ്, കുട്ടിക്ക് നല്ല മനസ്സാണ്. സാധാരണ ആരും അങ്ങനെ പറയില്ല. എന്ത് തോന്നുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്നെ കൂട്ടുകാരി വന്നിട്ട് എടി നീ നല്ല സ്റ്റൈലായിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയൂ? പ്രത്യേകിച്ച് പബ്ലിക് വേദിയിൽ ഇത് എത്ര ജനലക്ഷങ്ങൾ സീരിയസ്ലി കുറവാണ്. ശരിക്കും ഇത് എന്ത് പറ്റി? ഇങ്ങനെ സംഭവിക്കുന്നല്ലോ ഗ്ലാമർ. ഇത് എന്ത് പറ്റി? ഇത് ആരുടെ ഗ്ലാമറാണ്? അമ്മയുടെ ആണോ അച്ഛന്റെ ആണോ? രണ്ടും കൂടി മിക്സ് ആയിട്ടാണ്. ഒരാളുടെ തന്നെന്ന് പറയാനില്ല, ചില ഫീച്ചേഴ്സ് ഒക്കെ മമ്മിയുടെ ആണ്. മൂക്കൊക്കെ മമ്മിയുടേതായിട്ട് എന്തോ സാമ്യം, മമ്മിയുടെ ചിരിയാണെന്ന് തോന്നുന്നു അല്ലേ? ആ എന്തൊക്കെയോ ഫീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. മമ്മി ഇരുന്ന് പറയണേ ഫുള്ള് എന്റേതാണ്, അങ്ങനെ ഡാഡി ഇതൊന്നും പകത്ത് കൊടുത്തിട്ടില്ല, ഫുള്ള് എന്റെയാന്ന്. കറക്റ്റ്. മിയ, നമ്മുടെ ഇവിടുത്തെ കലാപരിപാടികൾ വല്ലതും കണ്ടോ? നേരിട്ട് ഇതുവരെ കണ്ടില്ല. കണ്ടോ? കുറച്ച് സമയം അവിടെ ഇരുന്ന് കണ്ടോ, അതിനുശേഷം വീണ്ടും തിരിച്ച് കലാപരിപാടിയൊക്കെ ഉണ്ട്. ബാക്കി ചോദ്യങ്ങളൊക്കെ ഉണ്ട്, പോയി കണ്ടിട്ട് enjoy ചെയ്ത്. Thank you. ഓക്കേ. പ്രിയമുള്ള നാട്ടുകാരെ, പ്രിയങ്കരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ വർഷവും നടത്തി വരാറുള്ള ജലോത്സവം ഈ വർഷവും നടത്തി വരികയാണ്. ജലോത്സവം അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെയല്ല. എന്നാ പിന്നെ ജലോത്സവം ഈ വർഷവും നടത്തുകയാണ്. ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കരയുടെ ചുണ്ടൻ വള്ളമായ കച്ചിലേടത്തെ ചുണ്ടൻ ഇന്ന് വൈകിട്ട് കൃത്യം 5:30 മീറ്റിലിറക്കുന്നതാണ്. നിങ്ങളെ ടാർപ്പയോ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങളല്ലേ പറഞ്ഞ ടാർപ്പോ ഇറോ ഇറോ അതെ, കാര്യങ്ങളൊക്കെ റെഡി ആണല്ലോ അല്ലേ? വള്ളം വൈകുന്നേരം ഇറക്കാലോ. നമുക്കൊന്ന് കലക്കണം. പിന്നെ വഞ്ചിപ്പാട്ടുകാർ വന്നിട്ടുണ്ടോ? വഞ്ചിപ്പാട്ടുകാർ ഉച്ചയ്ക്ക് വന്ന് ഊണം കഴിച്ചിരിക്കുമല്ലേ? എന്നാ വിളിക്കങ്ങോട്ട് വരുന്നവര്. ഒരു പാട്ടങ്ങ് കേൾക്കാം. എന്നിട്ട് മതി. നമ്മുടെ കരയാണ്, അടിച്ചു പൊളിക്കണം കേട്ടോ. വിശേഷങ്ങളിനിയും
നന്നായിരുന്നു കേട്ടോ. ഒരു കാര്യം നിങ്ങൾ കുറച്ച് നേരം വിശ്രമിച്ചു. അവിടെ അടുത്ത പാട്ട് ഞാൻ വിളിക്കാം. പിന്നെ സിംഗാരിമേളക്കാർ വന്നിട്ടുണ്ടോ? അതെല്ലാം റെഡിയാക്കി ഉണ്ടല്ലോ അല്ലേ? എല്ലാം ready. അവരെ ഇങ്ങോട്ട് വിളിക്കണം. വേറെ ഒരു അലമ്പുണ്ടായിരുന്നത് അതില്ല. ബാക്കി കാര്യങ്ങളല്ലോ ഓക്കെ. ഓ ഈശ്വര രക്ഷിക്കണേ സ്വാമി, എന്നെയും പിള്ളേരെയും രക്ഷിക്കണേ. മാനക്കേടൊക്കെ പറഞ്ഞങ്ങ് തീർക്കുമ്പോ മാനത്തു വെള്ളിടി പൊട്ടിക്കണേ. അയ്യോ ഈശ്വര, അയ്യോ ഈശ്വര, അയ്യോ ഈശ്വര രക്ഷിക്കണേ സ്വാമി, എന്നെയും പിള്ളേരെയും രക്ഷിക്കണേ. മാനക്കേടൊക്കെ പറഞ്ഞങ്ങ് തീർക്കുമ്പോ മാനത്ത് വെള്ളിടി പൊട്ടിക്കണേ. മാനത്ത് വെള്ളിടി പൊട്ടിക്കണേ, മാനത്ത് വെള്ളിടി പൊട്ടിക്കണേ. അയ്യോ ഈശ്വര, അയ്യോ ഈശ്വര, അയ്യോ ഈശ്വര രക്ഷിക്കണേ സ്വാമി, എന്നെയും പിള്ളേരെ രക്ഷിക്കണേ. മാനക്കേടൊക്കെ പറഞ്ഞങ്ങ് തീർക്കുമ്പോ മാനത്ത് വെള്ളിടി പൊട്ടിക്കണേ. എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് കണ്ടിട്ട്. ഇതിനുവേണ്ടി എന്തോ അലമ്പുണ്ടാവില്ല. ചന്ദ്ര, എന്തോ ഇന്നൊരു നല്ലൊരു ദിവസമായിട്ട് നീ കുടിച്ചിട്ട് വന്നല്ലോ. ഞാൻ നല്ല ദിവസമായിട്ട് കുടിക്കാൻ പാടില്ലായിരുന്നു. പാടില്ല, നല്ല ദിവസം കുടിക്കരുത്. കുടിക്കരുത്. എന്നാ പിന്നെ ആ പന്ന ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കുടിക്കാനോ പറയണോ? പറയോ കണ്ടോ, അവൻ വിളിങ്ങി, അവൻ വിളിങ്ങി, അവൻ വിളിങ്ങി. അയ്യോ ഈശ്വര രക്ഷിക്കണേ സാർ, എന്നെയും പിള്ളേരെ രക്ഷിക്കണേ. മാനക്കേടൊക്കെ പറഞ്ഞങ്ങ് തീർക്കും മാനത്ത് വെള്ളടി പൊട്ടിക്കണം. ആരാടോ നിൽക്കുന്നത്? അത് വഞ്ചിപ്പാട്ടുകാര്. ഏത് വഞ്ചിപ്പാട്ട്? വഞ്ചിപ്പാട്ടെന്ന് പറയുമ്പോ ഈ ഹരിപ്പാട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണം. അത് സ്ഥലമല്ല, പിന്നെ വള്ളപ്പാട്ട്. വള്ളപ്പാട്ട്, കള്ളപ്പാട്ടോ? വള്ളപ്പാട്ട്. ആഹാ, ഇപ്പൊ നീയാ ജമീത്. ശരിയാ. ഇപ്പൊ ഞാൻ വിളിങ്കി. നീ വിളിങ്കി. ഞാൻ വിളിങ്ങില്ലേ? ഞാൻ വിളിങ്കി. അയ്യോ ഈശ്വര രക്ഷിക്കൻ സ്വാമി, എന്നെയും പിള്ളേരെ രക്ഷിക്കൻ. മനക്കിടക്കെ പറഞ്ഞിങ്ങ് തീർക്കും മനത്തു വെള്ളിടി പൊട്ടിക്കണേ. അതെ, നിർത്ത്. എന്തോ? നിന്റെ പാട്ട് കേൾക്കാല്ല, അത് അവരെ വിളിച്ചോണ്ട് വന്നേക്കണം. എന്നാ പിന്നെ ഞാൻ നിർത്തി. അവര് പാടാൻ പറ. ഇങ്ങ് വന്നേ, അവരെ പാട്ട് കിടക്കാം. കേക്കട്ടെ നിങ്ങളുടെ പാട്ട്. ഞാൻ വാ ഓടി വാ. അതെ എടുത്തോ. അയ്യോ ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്. ഞാൻ പൊളക്കി, ഞാൻ പൊളക്കി ഇവിടെ. ഒന്നും പറയല്ലോ കേട്ടോ. അവരെ കൈയും കാലം പിടിച്ചാൽ കൈയും കാലം പിടിച്ചാൽ കുറച്ച് ഡീസന്റ് ആയിട്ടൊക്കെ നിൽക്കണേ ഒന്ന് കേട്ടോ. സ്ത്രീകളാണ്. നിന്നെ ഇടിക്കും. ഇതാണ് കണ്ടോ നടക്കട്ടെ. ചന്ദ്ര, ചേച്ചി ഒന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ അകന്ന വകയിലെ ഒരു ബന്ധുവാ. അയ്യോ പറഞ്ഞു കേട്ടില്ലയോ, അകന്ന വകയിലെ ബന്ധുവാന്ന്. എന്റെ പെങ്ങളുടെ മകനാ. പെണ്ണുങ്ങളെ കണ്ടപ്പോ മാറ്റി പറഞ്ഞോ. അപ്പോഴാണോ ഇവനെ ആദ്യം മാറ്റി എടുത്ത് ഇവനെ അങ്ങോട്ട് മാറിക്ക്. മാറ്റി ഉണ്ടല്ലോ കേട്ടോ. നിങ്ങൾ തുടങ്ങി. തുടങ്ങി ചേച്ചി. ചേച്ചി തുടങ്ങി. അതെ, കുറച്ച് നേരത്തേനും ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. നല്ല കേട്ടോ, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലൊരു കൈ കൊടുക്കണം. നമ്മൾ കരയിൽ വന്ന് നമ്മളെ വള്ളം കളി നമുക്ക് സന്തോഷപ്പെടുത്താൻ വേണ്ടി വന്നാ എല്ലാവരും കൈ കൊടുക്കണം. നല്ല ഉപകരണമായിരുന്നു ചേച്ചി കേട്ടാ, നല്ല പരിപാടിയായിരുന്നു. പക്ഷേ കമ്മിറ്റി ഭാര്യകൾ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിൽക്കണം. പാട്ട് ഗംഭീരമായിരുന്നു. പക്ഷേ ഇത് എവിടെ പാടും? ഇത് വൈകുന്നേരം നമ്മുടെ വള്ളം നീറ്റിലിറങ്ങുമല്ലേ, പാടാൻ വേണ്ടിയല്ലേ? നീറ്റി പാടിക്കാൻ കൊണ്ടുവന്നാ അതെ, നടക്കും. അതിനാ
എടാ ആദ്യം കഴിഞ്ഞ വള്ളംകളി മത്സരത്തിന്റെ കണക്ക് ഇവിടെ അവതരിപ്പിച്ചിട്ട് മതി നാളത്തെ വള്ളംകളി മത്സരം. അത് കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ചല്ലേ? അത് പ്രസിഡന്റ് അവതരിപ്പിച്ചല്ലോ. അത് നീ കാല് തെറ്റി ഓടിച്ചില്ലേ? കള്ളക്കണക്ക് കൊണ്ടുവന്നാൽ അവന്റെ മറ്റേ കാലൂടെ ഞാൻ തല്ലി വിടും. അയ്യോ നിങ്ങൾക്കറിയണം, നാട്ടുകാരിലൊക്കെ പിരിവെടുത്തുണ്ടാക്കിയ കാശായത്. അതിന്റെ കണക്ക് ഞങ്ങൾക്കറിയണം. വ്യക്തമായ കണക്ക് ഇവിടെ അവതരിപ്പിക്കാതെ ഈ വള്ളം നീറ്റിലിറക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പേടിക്കണ്ടെന്ന കണക്ക് അവതരിപ്പിക്കാം. പ്രസിഡന്റ് ഇങ്ങ് വന്നോട്ടെ. അതാ പ്രസിഡന്റ് വരുന്നു. ആ പ്രസിഡന്റ് പതുക്കെ 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 പറഞ്ഞു കേട്ടല്ലോ, പതുക്കെ ലാൻഡ് ചെയ്യൂന്ന് പറഞ്ഞു കേട്ടോ. തോന്നുന്നു ഇവൻ എയർ ഇന്ത്യയിലാ വന്നേന്ന്. ആ പ്രസിഡന്റ് വന്നു പല്ലക്കിലല്ലേ? പല്ലക്കേലാ വന്നത്. കള്ളക്കണക്ക് ഇനി അവതരിപ്പിച്ചാൽ ഇവന്റെ പല്ലൊക്കെ പോയി ഞാൻ മഞ്ചലേ പറഞ്ഞു കൊടുക്കും കേട്ടോ. മനസ്സിലായി? അതെ പ്രസിഡന്റ്, എന്റെ കള്ളക്കണക്ക് ഇവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എല്ലാരും. ഒരു സ്വർണ്ണക്കട മൊത്തം ദേഹത്തിട്ടോണ്ട് നടക്കുക. ഇവനൊരു ഒരു കീറിയ വലയായിട്ട് ഇവിടെ വന്നവനാണ്. ഇപ്പൊ നോക്കിയേ, ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം കണ്ടോ ഈ ജുവല്ലറി ഇരിക്കുന്നു, ജുവല്ലറി. നീ ഇങ്ങനെ പിടിച്ചെടുത്താൽ നിനക്ക് പറ്റത്തില്ല ഇതൊന്നും. നീ കണക്ക് അവതരിപ്പിക്കും. നീ എന്റെ ദേഹത്ത് കയറിട്ട് കാര്യമൊന്നുമില്ല. ഇയാളെ കണക്ക് അവതരിപ്പിക്കും. ഞാൻ കണക്ക് അവതരിപ്പിക്കും. ഇവന് കണക്ക് അവതരിപ്പിച്ചിട്ട് ഇയാളെ ഞാൻ നിങ്ങൾ പറഞ്ഞു നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം കൂടെ ചിലവാക്കിയ കണക്ക്. അത് എന്തിനാ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമില്ല. അല്ല അതല്ല, ചന്ദ്രൻ പറഞ്ഞ സ്ഥിതിക്ക് അത് കേൾക്കാൻ ഞങ്ങളും അപ്പൊ തയ്യാറാണ്. ചന്ദ്രന പ്രശ്നം ഉണ്ടാക്കി. നീ കണക്ക് വായിക്കത്തില്ല. നീ കണക്ക് വായിക്കത്തില്ല. ചന്ദ്ര, എന്റെ കാല് വയ്യ. അതെങ്ങനെ വയ്യാതായത്? കള്ളക്കണക്ക് കൊണ്ടുവന്നപ്പോ തല്ലി പിടിച്ചല്ലോടാ ഞാൻ. വയറിടാങ്ങോട്ട്. എന്നാ ശരി, ഞാൻ വായിക്കാം. ചന്ദ്ര, നീ വായിക്ക. എന്തേലും മിസ്റ്റേക്ക് നീ വായിടാ. നീ വായിരും. എല്ലാവരുമായിട്ടൊന്ന് പറഞ്ഞേരെ. എന്തിനാ വിറയ്ക്കുന്നേ? വിറയ്ക്കുന്നതല്ല, എനിക്ക് വിറയിലുള്ളതാ. ഇത് കണ്ടപ്പോ അവന് വിറയുന്നുണ്ട്. വായിക്ക. നീ കണക്ക് വായിക്ക. വായിക്കുവാന്ന് പരീക്ഷ അല്ലല്ല. വള്ളപ്പണിക്ക് തച്ചനും തച്ചന്റെ അച്ഛനും മുത്തച്ഛനും തച്ചിലിരുന്ന പണിക്ക് പണിഞ്ഞ വക 50,500. 50,500. 50,500 കാ. എല്ലാവരും പുള്ളി അഡ്വാൻസ് മേടിച്ചിരുന്നേ. എഗ്രിമെന്റിനകത്ത് 45,000 രൂപ ഉള്ളായിരുന്നല്ലോ. ബാക്കി 5,500 എങ്ങനെ വന്നു? 5,500 വന്ന ഈ പിന്നെ തച്ചൻ മുറുക്കി തുപ്പിയോ? തച്ചൻ മുറുക്കി തുപ്പിയ വക കണ്ടോ? മുറുക്കി തുപ്പിയതിന് 5,500 കൂടി. ഇതിനോട് പതുക്കെ തുപ്പാൻ പറഞ്ഞാൽ പോരായിരുന്നു? ഇതെന്ത് ന്യായം പറയാ? എന്തിനു മുറുക്കി തുപ്പി? ഞാൻ പറയുന്നേക്ക്, ഇത് മുറുക്കി തുപ്പിയാലും പതുക്കെ തുപ്പിയാലും തുപ്പുന്നത് മുറുക്കാൻ വേണ്ടേ? അതിന് ചെലവില്ലേ? മുറുക്കാൻ മേടിച്ചതിന്റെ മുറുക്കാൻ മേടിച്ചതിന്റെ. എന്റെ ദൈവമേ, ഇവന്റെ തലയിൽ ഇടുത്തി വീഴുന്നു. എന്റെ തല എന്തിനാ ഇടുത്തി വീഴുന്നത്? 5,500 കണക്ക് നമ്മൾ പറയാം. നമ്മളെ എന്റെ മോനെ നീ ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അവന്റെ കാര്യം നിങ്ങൾ കേട്ടത്തുള്ളൂ. ബാഹുബലിയുടെ സെറ്റിൽ ചായ കൊടുത്തതിന് 25,000 രൂപ ആയിട്ടുള്ളല്ലോ. ഇവൻ മേടിച്ചിട്ട് എന്റെ ചന്ദ്ര, നിനക്ക് എന്തിനാ എന്നോട് ഇത്ര പേര് കണക്ക് വായിക്കാൻ? ഇവിടെ ഇങ്ങനെ പേടിപ്പിച്ച അക്ഷരം കാണത്തില്ലെന്ന്. അക്ഷരം കാണത്തില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസയും കാണത്തില്ല. പൈസ കണ്ട് ആറ്റിന്റെ കരയിലിരുന്ന് 150 പേർ വെള്ളത്തിൽ കാലിട്ട് അടിച്ച വക 35,000. ഇതെന്ത് കണക്കാ? ആറ്റിന്റെ തിട്ടയ്ക്ക് വന്നിരുന്നോണ്ട് വെള്ളത്തിൽ കാലിട്ട് 101 പേര് കാലിട്ട് വെള്ളത്തിൽ അടിച്ച വക. ഇതെന്തിനാണ് വെള്ളത്തിൽ കാലിട്ടടിച്ചാൽ അതിനെത്ര രൂപയാണ് എഴുതിയേക്കുന്നത്? ഇത് ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനങ്ങളാണോ ഇതൊക്കെ? നിങ്ങൾ പറഞ്ഞല്ലേ കഴിഞ്ഞ വർഷം? അത് എന്തിനാണ് ഇത്രയും പേര് വന്ന് നിങ്ങൾ പറഞ്ഞില്ലേ വള്ളം കളിക്ക് ഒരു ഓളം വേണമെന്ന് പറഞ്ഞോ? വള്ളം കളിക്ക് ഒരു ഓളം വേണമെന്ന് പറഞ്ഞോ? ചന്ദ്ര, നീ ആ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓളം വേണമെന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഓളം ഇവിടെ ഊതിയ ഓളം ഉണ്ടാവൂ? ഇല്ല. അതിനാ 150 101 മല്ലന്മാരെ ഞാൻ നിർത്തിയിട്ട് വെള്ളത്തിൽ കാലിട്ട് അടുപ്പിച്ചു. ആ ഓളത്തിലാ പോയത്. ആ ഓളത്തിൽ ഓളം ഉണ്ടാക്കിയത് ഞാൻ. അങ്ങനെയാണോ ഓളം ഉണ്ടാക്കി? അതിന് പൈസ കൊടുത്തത്. കണ്ടോ? ചുമ്മാ ഓളം വരും. വെള്ളത്തിൽ കാലിട്ടടിച്ചതിന് ഓളം ഉണ്ടാക്കിയതിന് 50,000 രൂപ. എന്നാ ഒരു കുറച്ച് കുപ്പിയും പാലും കൂടെ കൊടുക്കാൻ വിചാരിച്ചു. ഇള്ളാ കുഞ്ഞുങ്ങളല്ലയോ ഇട്ട് ഓളം അടിക്കാൻ. ചന്ദ്രനോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങൾക്കെങ്കിലും പറയാം, ഈ കള്ളത്തരൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ? പറയുന്നേക്കുമ്പോ അറിയാം. എന്തുവാ കള്ളവാന്നറിയാം. ചന്ദ്രൻ നീ വേണ്ട കരയല്ലേ? ഞാൻ പറയാം. അടുത്തത് എന്ത് വരുന്നത്? പിന്നെ 101 ക്രിക്കറ്റ് ബാറ്റ് വാങ്ങി. ക്രിക്കറ്റ് ബാറ്റ് എന്തിനാണ്? ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം ഇല്ല, അതോ നിങ്ങളെല്ലാം മരിച്ചവരായിരുന്നു? അല്ല, നിങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ് വ്യക്തമാക്കി തരാം. 101 ക്രിക്കറ്റ് ബാറ്റ്
വള്ളക്കാര് വെറുതെ വള്ളത്തിൽ കയറി ഇരുന്നാ തുഴയാൻ പറ്റുമോ? ഇല്ല. തുഴ വേണ്ടേ? നമ്മുടെ തുഴയെല്ലാം എന്തോ എന്നറിയാവോ? പാചകക്കാരൻ വെള്ളത്തിന്റെ സദ്യ ഉണ്ടാക്കാൻ വന്നവന് ഉണങ്ങിയ വിറവാന്ന് വന്നെടുത്ത് മടലാന്ന് വന്നെടുത്ത് തീ കത്തിച്ച്. പിന്നെ തുഴയിൽ എന്തെടുത്ത് വെച്ചാ? അങ്ങനെ തുഴയില്ലാതെ വന്നപ്പോഴാ ഞാൻ ക്രിക്കറ്റ് ബാറ്റ് മേടിച്ചത്. എന്നിട്ട് നമ്മൾ വള്ളംകളി ജയിച്ചില്ലല്ലോ. റിവേഴ്സ് അല്ലായിരുന്നോ പോയത്? അതെങ്ങനെയാടാ? തുഴയുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ തുഴഞ്ഞു, ഇത് ക്രിക്കറ്റ് ബാറ്റ് വെട്ടി അമ്മ ഇങ്ങനെ തുഴഞ്ഞു. ഓ പിന്നെ പുറന്നോട്ട് പോകാതെ മുമ്പോട്ടാണ് പോകുന്നത്. ഇത് മൊത്തം കള്ളാണെന്ന് പറയുന്നത്. അല്ലെന്ന് ഞാൻ ഉള്ള ചന്ദ്ര പറയുന്നത്. ആരെങ്കിലും പിടിച്ച് എന്നെങ്കിലും ഒന്ന് തല്ലടാ. എനിക്കൊന്ന് കാണും. കണ്ടോ? മറ്റേ കാലുവിടുന്ന് ഞാൻ തല്ലി പിടിക്കുന്നു. ബാക്കി കാര്യം. സദ്യക്ക് കൊഴുപ്പ് കൂട്ടിയ വക 75,000. സദ്യക്ക് കൊഴുപ്പ് കൂട്ടിയത്? എന്ത് കൊഴുപ്പാ കൂട്ടിയത്? ഇയാള് എന്തോ കൊഴുപ്പ്? എന്താ കൊഴുപ്പ് കൂട്ടി ഇയാള്? 60 കിലോ ഇറച്ചി മേടിച്ചില്ലേ? അത് കൊഴുപ്പല്ലേ, കൊളസ്ട്രോൾ അല്ലേ? അത് കൂട്ടി ഇങ്ങനെ ഉരുട്ടപ്പം നീ ഏറ്റവും കൂടുതൽ കൊഴുപ്പ്, അതിന്റെ കൊഴുപ്പാ നീ കാണിക്കുന്നത്. കൊഴുപ്പ് കൂട്ടി? ആ കൊഴുപ്പ് കൂട്ടിയ വക 75,000. മനസ്സിലായോ? അങ്ങനെ ആകെ വരവ്. എന്റെ ദൈവമേ, ഞാനായതുകൊണ്ട് എന്തെന്റെ ആകെ വരവ് 5,46,022 228 25 നീ നിർത്തിക്കണം പൈസ. കുറെ നേരം കൊണ്ട് നീ കാന്ന് പറയുന്നു. ഇതിന് മാത്രം നിന്റെ ശരീരത്തിൽ കായ ഇവിടെ ഇരിക്കുന്നു. കാശ്. എന്താ കാശ്? കാശ് നീ കേട്ടിട്ടില്ലേ? കണ്ടോ, അതിനും വിട്ടിട്ട് നടത്തി. അത് വ്യക്തമായിട്ട് പറയണം. അത് വ്യക്ത കാശ് അല്ല, രൂപ. രൂപ. അപ്പൊ വരവ് എത്രയാണ്? വരവ് 5 ലക്ഷത്തില് തുടങ്ങുന്നു. ചെലവ് 6,261 രൂപ 30 പൈസ. അതെന്നാ ചെലവാണ്? അതൊക്കെ ചെലവാന്ന് വെച്ചാൽ ഞാൻ ചെലവാക്കിയതാണ്. എന്റെ വീട്ടിൽ വെച്ചതാണോ? അത് ശരി. ആ അല്ല, ഇനി കടം. കടവോ? ആ പിന്നെ കടമില്ലാതാണോ? കടം വന്ന് 5,40,40,33 രൂപ 50 പൈസ. അത്രയും കടവും വന്നു. 5 ലക്ഷം രൂപ കടം. ഇതെങ്ങനെ വീട്ടും? ഞങ്ങൾ ഇതെവിടെ ചെന്ന് വീട്ടും? നീ കാണിച്ച ഈ കള്ളക്ക കാരണം ഞങ്ങൾ ഇതെങ്ങനെ വീട്ടും? ചന്ദ്ര, നിങ്ങൾ ആരും അതിന് വിഷമിക്കണ്ട. എന്തായാലും ഇത്തരം കടം വന്ന സ്ഥിതിക്ക് എന്റെ ത്യാഗം, എന്റെ ത്യാഗത്തിന്റെ പേരിൽ ഞാൻ അത് കൈന്നിട്ടങ്ങ് അടച്ചു. പിന്നെ നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെങ്കിലും കിട്ടുമ്പം എനിക്ക് തന്നാ മതി. അത് ഞാൻ എന്റെ ത്യാഗത്തിന്റെ പേരിൽ ഞാനങ്ങ് സഹിക്കും. അത്രേ. ഈ 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കഴിഞ്ഞ ആഴ്ച 7 ഹൗസിംഗ് ബോട്ടാണ് ഇവൻ മേടിച്ചത്. ഈ ത്യാഗി സാറിന്റെ പൈസ നടത്തണം, കീറി ഒരു വലയും ഒരു വെള്ളമായിട്ട് വേണം ഇവന്റെ. ഇത്രയും താങ്ങ് കിട്ടിട്ട് പിന്നെയും താങ്ങ് അതല്ലെന്ന് ചന്ദ്ര, അതല്ല എന്നെ ഒന്ന് താങ്ങിയ കസേരയോട് ഇരുത്താൻ പറഞ്ഞോടാ. ഇവിടുന്ന് ചന്ദ്ര, ഈ കണക്ക് ഞാൻ വെച്ചേക്കണോ നീ സൂക്ഷിക്കുവോ? മതി. കാലുണ്ടല്ലോ മര്യാദക്ക് ആ ബാക്കി പൈസ എത്തിച്ചില്ല. നിന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ പൈസ മേടിക്കണം. ഞങ്ങൾക്കറിയാം പൈസ മേടിക്കാം കേട്ടോ. പോലീസ് കേസ് ആവുന്ന പേടി. പോലീസ് കേസ് ഞാൻ നോക്കണം. പോലീസ് കേസ് ഉണ്ടാക്കാൻ നോക്കുന്നു. നിങ്ങളൊക്കെ എവിടേക്കാണ്? എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെ. പിന്നെ 5 കൂട്ടം പായസം വേണം. വേണം, അതെനിക്ക് നിർബന്ധമാണ്. മൊത്തം 18 കൂട്ടം കറി വേണം, ചോറ് വേണം, പിന്നെ തോരണം വേണം. തോരണമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. തോരണല്ല, തോരൻ. തോരൻ വേണം. 18 കൂട്ടത്തിലുണ്ട് അതൊക്കെ. നമുക്ക് കലാപരിപാടികൾ തുടങ്ങാം. എന്നാ നേരെ കലവറയിലേക്ക് വിട്ടു. അതിന് ഞാൻ കല്ലറയിലോട്ട് പോണേ. കല്ലറയില്ല, കലവറ. കലവറയില് പെണ്ണുങ്ങളൊക്കെ ഇത് പാചകം ചെയ്യണ്ടേ? അവിടെ കുറച്ച് സമയമൊക്കെ കറങ്ങി അടിച്ചിരുന്നു. പിന്നെ ഞാനിങ്ങ് പോകും. നിങ്ങൾ പോയി നിർദ്ദേശം കൊടുത്താലല്ലേ അവര് ചെയ്യത്തുള്ളൂ. നിങ്ങൾ പാചകക്കാരനല്ലേ? പാചകക്കാരനാ? എന്നെ മനസ്സിലായില്ല. ഇല്ല. ഭൂമീൻ തേടിയ ചെമ്പിലരയൻ ദൂരെ തുഴയെറിയുമ്പോൾ. ഈ അസ്ഥാനത്ത് വന്നിരുന്നുണ്ട് അമരത്തിലെ പാട്ട് പാടേണ്ട കാര്യം എന്തോ? നീ ഏതാ? പിന്നെ അമരത്തിലെ പാട്ടല്ല, പിന്നെ ഭ്രമരത്തിലെ പാട്ട് ഒന്ന് പാടാൻ പറ്റും. നിന്റെ മോന്ത കണ്ടിട്ട് നീ നിന്റെ തലയ്ക്ക് നല്ല ഭ്രമരം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഞാൻ അമരക്കാരനാണെന്ന്. അമരക്കാരനായിരുന്നു ഈ ചട്ടപാട്ട്. അതെ, പിന്നെ ഞാനവിടെ പായസത്തിന്റെ ചുറ്റും കുറച്ച് സമയം കടന്ന് കറങ്ങിയായിരുന്നേ.
മാറിപ്പോയതാ. പായസത്തിന്റെ ചട്ട് എന്റെ കൈ വന്നു. എന്റെ പങ്കായെടുത്താണോ പുള്ളി പായസം ഇളക്കുന്നത്? നീ കൊണ്ട് പാട്ട് പാടിയില്ലായിരുന്നു. ആ. ദൂരെ തുഴ എറിയുമെന്ന്. അതെ, തുഴ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വള്ളം അങ്ങനെ തുഴവിടാ നീ. സ്ഥിരമായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുമല്ലേ? ആ. ഈ തുഴച്ചില് കഴിഞ്ഞാ പിന്നെ തുഴയുടെ ആവശ്യമുണ്ടോ? നമുക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞാ പോരെ? ഓ അങ്ങനെ. ഇനി വള്ളം ഇറക്കാൻ സമയമായിട്ടുണ്ട്. എന്താ വെള്ളം? അങ്ങോട്ടല്ല. എവിടെ ചെല്ല? അതിന് ശൃംഗാരി മേളക്കാരെ വിളിക്കുന്നു. ശൃംഗാരമേളക്കാരൊക്കെ എപ്പോ റെഡിയാണ്? എവിടെ എല്ലാരും റെഡിയാണ്. ദാ വരുന്നവര്. എന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ? ശൃംഗാരി മേള. ഇതും പെണ്ണുങ്ങളായിരുന്നു. വാ, വാ. ആ, ആ. അയ്യോ ഇത്. ആ, അയ്യോ ഇത്. എന്തായാലും ഇത്രയും നേരം അവിടെ ഇരുന്നു ഇവിടുത്തെ പ്രകടനം കണ്ടു എങ്ങനെ തോന്നി? ഗംഭീരായിരുന്നു. അയ്യോ പറയാതെ വയ്യ. ഇനി നേരത്തെ പാടി നമ്മളെ അത്ഭുതപ്പെടുത്തി ഒരു മലയാള ഗാനം കൂടി ഒന്ന് ഊഞ്ഞാലിരുന്ന് പാടിയേ വന്നേ. വാ, ആ ഇരിക്കൂ. ദൈവമേ, നമ്മള് അങ്ങനെ ഈ ഓണത്തിന് ഊഞ്ഞാലും കെട്ടിയിട്ടിട്ട് ഇതുവരെ കുട്ടീനെ ഇരുത്തിയില്ല. താങ്ക് യു താങ്ക് യു താങ്ക് യു. ബാക്കി കൂടെ പാടൂലേ? അയ്യോ ബാക്കി അറിയില്ല, ഞാൻ 4 വരി ഗായികയാണ്. എന്തായാലും 4 വരി ഗായിക തകർത്തു. നല്ലൊരു ക്ലാപ്പ്. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജി മാർട്ടിൽ. ഇനി ഒരു ചെറിയ ബ്രേക്ക്. എന്താണ് ജമുന പ്യാരി? എന്താണ് ജമുന പ്യാരി? എല്ലാരും ചോദിക്കാറുണ്ട് എന്താണ് ജമുന പ്യാരി അല്ലെങ്കിൽ ആരാണ് ജമുന പ്യാരി എന്നുള്ളത്. ഓണം പോയല്ലോ ഊഞ്ഞാലടിച്ചല്ലോ ഓടിയടിച്ചല്ലോ ഉണ്ണി യൂണിഫോം ഇട്. എന്റെ അഭിനയം മൊത്തം ഇവൻ പഠിച്ചെടുത്ത നാഷണൽ അവാർഡ് മേടിച്ചു. ഇതുവരെയായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഐ ലവ് യു. ശരിക്കും സീരിയസ് ആവും. നമ്മൾ ഈ നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കില്ല. എന്നാൽ നടക്കും വിചാരിച്ചിട്ട് അങ്ങേ ഇറങ്ങിയ നടക്കാത്ത കാര്യമില്ല. എന്താ രാവിലെ ഇവിടെ മറിച്ചിലൂടെയൊക്കെ ഒരു കോമഡി പറഞ്ഞേ? മീനൊക്കെ ഫ്രഷ് ആണോ ചേട്ടാ? ജീവനുണ്ട്, ഉറക്കവാ. മാമോനെ എനിക്ക് വീട്ടിൽ പോവാം. തിരിച്ചു വരാം. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജി മാർട്ട്. നമ്മൾ ഇത്രയും നേരം തമാശ പറഞ്ഞു, ചിരിച്ചു. ഇനി നീയുടെ കുറച്ച് ബാക്കിയുള്ള തമാശകൾ നമുക്ക് കേൾക്കാനുണ്ട്. ഓക്കേ. ശരിയല്ലേ? ആ. ഞാൻ കുറച്ച് വാക്കുകൾ പറയും. ആ വാക്കുകൾ കേൾക്കുമ്പോ മേക്ക് എന്താ ആദ്യം തോന്നുന്നു എന്നല്ല പറയണം. കുറെ നേരം ആലോചിച്ചിരിക്കാനൊന്നും പാടില്ല കേട്ടോ, അപ്പൊ അതിന്റെ രസം പോകും. അടി കൊടുക്കാൻ തോന്നണമെങ്കിൽ അതും കൊടുത്തോ. ഞാൻ ഇങ്ങോട്ട് മാറി. ചോദ്യം കേട്ട് അടി കൊടുക്കാൻ തോന്നിയത്. ഓക്കെ റെഡി. ഇരട്ട പേര്. ഇരട്ട പേര് മടിച്ചി. മടിച്ചി. ഓ മടിച്ചി. മടിച്ചെന്നാണ് ഇരട്ട പേര്. അല്ല എനിക്ക് കുറച്ച് മടിയുണ്ട്. അപ്പം മമ്മി ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, ഓ ഇങ്ങനെ ഒരു മടിച്ചി അങ്ങനെ പറയും. വീട്ടില് കുക്കിംഗ് അങ്ങനെ ഒരു പരിപാടി ഇല്ല. കുക്കിംഗ് ഇച്ചിരിയൊക്കെ മമ്മിയെ ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ നല്ലൊരു കുക്കും കൂടെയാണ്. അടുത്ത യൂണിഫോം. യൂണിഫോം ബ്ലൂ ആൻഡ് വൈറ്റ്. എന്റെ സ്കൂളിലത്തെ യൂണിഫോം ബ്ലൂ ആൻഡ് വൈറ്റ് ആയിരുന്നു. ഓക്കെ. എനിക്ക് യൂണിഫോം എന്നോട് ചോദിക്കണല്ലേ? ഞാൻ സുരാജേട്ടനെ വിട്ടുപോയിരുന്നത് മീനെ മാത്രം ഇനിയിപ്പോ അങ്ങനെ യൂണിഫോം. ആ യൂണിഫോം ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. അങ്ങനെ പറയരുത്. യൂണിഫോം സ്കൂള് അത് പ്രത്യേകിച്ച് ഓർമ്മ പറയണ കസിൻ. വീണ്ടും അതെ അതെ, അതും വൈറ്റ് ആൻഡ് ബ്ലൂ തന്നെ അല്ലായിരുന്നു നിങ്ങളുടെ യൂണിഫോം. ഓക്കെ. ഇനി അല്ല സുരാജേട്ടന്റെ ഇരട്ട പേര്. എന്റെ ഇരട്ട പേര് അതെ, ഇത് എഴുതി തന്നു ചിലപ്പോ അറിഞ്ഞ് എഴുതി തന്നായിരിക്കും. എന്താണ്? അല്ല ഈ എഴുതി തന്ന എന്റെ ഇരട്ടപ്പേര് അറിയാൻ വേണ്ടിട്ട്. ഇരട്ടപ്പേരല്ല, എന്റെ വീട്ടിൽ എന്റെ അച്ഛനും എന്റെ അമ്മയും പിന്നെ വളരെ അടുത്ത സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, എന്റെ ബന്ധുക്കൾ തന്നെ വിളിക്കുന്നതാണ്. ആളൊക്കെ ഇത് കൊണ്ടിറങ്ങരുത്. ഇല്ല. കുട്ടൻ. കുട്ടാന്ന് വിളിക്കും. സ്നേഹം കൂടുമ്പം കുട്ടപ്പ എന്ന് വിളിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മലയാളികളുടെ അടുപ്പിലും ഹിന്ദിക്കാരുടെ പോക്കറ്റിലും കാണുന്നത് എന്താണ്? എനിക്കറിയാം. അയ്യോ എനിക്കറിയാം. മലയാളിയുടെ അടുപ്പിലും ഹിന്ദിക്കാരുടെ പോക്കറ്റിലും കാണുന്നത് എന്താണ്? നോ 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 ഹെൽപ്പിംഗ്. ഓഡിയൻസ് ഞാൻ പറയാം. എന്താ? കലം. കലം പേന. ആര് പറയാൻ? ഇവിടെ ഫ്രണ്ട് ഇരിക്കുന്ന ആരെങ്കിലും എനിക്ക് വിളിച്ച് പറയാം. ഇത് ആർക്കറിയാൻ ഇവിടെ? കറക്റ്റ്. ഇനി അടുത്തത്.
അവതാർ പോലെ ഒരു സിനിമയിൽ അത് മിയക്കുള്ളതാട്ടോ നായികയായിട്ട് അഭിനയിക്കാൻ കിട്ടുകയാണെങ്കിൽ ആരാ സജസ്റ്റ് ചെയ്യും? അവതാരല്ലേ സുരാജേട്ടൻ മതി. ഇത് എന്തേ ഇത്ര ഡിലേ ആയി എന്ന് കരുതിയിട്ടാണ് ഞാൻ പതിയെ അങ്ങ് മാറിയിരുന്നത്. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജിമാർട്ടിൽ ഇനി ഒരു ചെറിയ ബ്രേക്ക്. തിരിച്ചു വരാം. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജിമാർട്ട്. നീ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വഞ്ചിപ്പാട്ട് കണ്ടു, അതേപോലെ ചിങ്കാരി മേള ഉണ്ടായിരുന്നു, മിയ പാടി, നമ്മളെ ഗസ്റ്റ് ആയിട്ട് വന്ന് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. എൻജോയ് ചെയ്തില്ലേ നമ്മളുടെ എപ്പിസോഡ്? ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു ഓണം വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഓണപ്രതീതി ശരിക്കും പറഞ്ഞാൽ കിട്ടി. ഞാനിവിടെ ഊഞ്ഞാലിൽ ഞാൻ കയറി വന്നപ്പോ കണ്ടു, ഊഞ്ഞാലൊക്കെ കണ്ടു, ഓക്കെ അത്തപ്പൂക്കെ കണ്ടു, ഓണം ഇത്. പക്ഷെ തീരെ വിചാരിച്ചില്ല എന്നെ അതിലെടുത്തി ആട്ടി പാട്ടൊക്കെ പാടിച്ച്. സത്യം പറയാലോ മിയ, ഇത് ഇവിടെ ഓണമായിട്ട് നമ്മൾ കെട്ടിയിട്ട് ഇതുവരെ ഒരാൾ വരുന്നില്ല. ആദ്യമായിട്ട് അതിനുള്ള ഭാഗ്യം നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിൽ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ഊഞ്ഞാലിൽ ഇരുന്ന ഒരു മഹത് വ്യക്തി താങ്കളാണ്. ഭയങ്കരമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ഇത്തവണത്തെ ഓണം ഞാൻ സെറ്റിലായിരിക്കും. ഈ പറഞ്ഞ പോലെ ഓണം വരുന്നതിന് മുമ്പ് തന്നെ ഇത്രയും നല്ലൊരു ഓണം എനിക്ക് തന്നതിന് നിങ്ങളോട് ആദ്യമേ താങ്ക് യു പറയുന്നു. താങ്ക് യു. നമുക്കും ഒരുപാട് സന്തോഷമാണ് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ നമ്മുടെ മിയ ഇവിടെ എത്തി ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ മനോഹരമായ ചിരിക്കാഴ്ച ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ. എന്താണ് ജമുന പ്യാരി? എന്താണ് ജമുന പ്യാരി? എല്ലാരും ചോദിക്കാറുണ്ട് എന്താണ് ജമുന പ്യാരി, അല്ലെങ്കിൽ ആരാണ് ജമുന പ്യാരി എന്നുള്ളത്. ഓണം പോയല്ലോ ഊഞ്ഞാലടിച്ചല്ലോ ഓടിയടിച്ചല്ലോ ഉണ്ണി യൂണിഫോം ഇട്. എന്റെ അഭിനയം മൊത്തം ഇവൻ പഠിച്ചെടുത്ത നാഷണൽ അവാർഡ് മേടിച്ചു. ഇതുവരെ ആയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഐ ലവ് യു. ശരിക്കും സീരിയസ് ആവും. നമ്മൾ ഈ നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കില്ല. എന്നാൽ നടക്കുന്നു വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങിയ നടക്കാത്ത കാര്യമില്ല. എന്താ രാവിലെ ഇവിടെ മറിച്ചിലൂടെയൊക്കെ ഒരു കോമഡി പറഞ്ഞേ? മീനൊക്കെ ഫ്രഷ് ആണോ ചേട്ടാ? ജീവനുണ്ട്, ഉറക്കവാ. മാമോനെ എനിക്ക് വീട്ടിൽ പോവാ. എന്തുണ്ടാക്കണാവേ എന്തുട്ടത്